ഇൻഡിറ്റർമിനേറ്റ് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ എക്സ് 0യിലേക്ക് പോകുമ്പോൾ ഉള്ള ലിമിറ്റ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് 0യിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എക്സ് 0യിലേക്ക് പോകുമ്പോൾ എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടേം മുഴുവൻ 0 ആയി പോകും. സൈൻ 0 എന്നുള്ളത് 0 ആകും. ഇവിടെ x³ എന്നുള്ളതും 0 ആകും. അപ്പോൾ എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നതൊരു 0/0 ഫോമാണ്, അതായത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ cos 0 എന്നുള്ളത് 1 ആകും. അതായത് 1 + a വിച്ച് ഈസ് ഈക്വൽ ടു 1 + a മൈനസ് ഇവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0 ആകും. അതേപോലെ ഇവിടെ cos 0 എന്നുള്ളത് 1 ആണ്. ദാറ്റ് ഈസ് -b ഡിവൈഡഡ് ബൈ 0 എന്നുള്ള ഫോമിലേക്ക് വരും. പക്ഷെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഡിനോമിനേറ്റർ 0 വരികയും ന്യൂമറേറ്റർ ഒരു നോൺ സീറോ വാല്യൂം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടില്ല എന്നുള്ളത്. ഒന്നുകിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ -∞ അല്ലെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ലിമിറ്റ് എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂം എന്ത് തന്നെ ആയിരിക്കണം? 0 തന്നെ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടി, 1 + a - b = 0 എന്ന്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിമിറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ ന്യൂമറേറ്ററും 0 ആണെങ്കിൽ വീണ്ടും ഇതൊരു 0/0 ഫോമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0. which is equal to -2a sin x minus ax cos x plus b sin x divided by 6x. ഇവിടെ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് sin 0 എന്നുള്ളതിൻ്റെ വാല്യൂ 0 ആയിപ്പോയി. ഇവിടെ x ഇൻറ്റു വന്നപ്പം ഈ ടേമും 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി. അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടിയതൊരു 0/0 ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് വീണ്ടും അപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. ഇപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് -2a വരും. ഓക്കെ, ഇതിനെ നമുക്ക് -3a cos x എന്ന് എഴുതാം പ്ലസ് ax ഓക്കെ. ഇവിടെ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് -3a കിട്ടും. ഈ ടേം 0 ആയി പോകും. അതിനുശേഷം ഇവിടെ cos 0 എന്നുള്ളത് 1 ആയിട്ട് നമുക്ക് +b ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് നമുക്കിപ്പം -3a + b ഡിവൈഡഡ് ബൈ 6 എന്ന് തന്നിരിക്കുന്നത്. പക്ഷേ ആ ലിമിറ്റ് എന്തിനോട് ഈക്വൽ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 1നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് -3a + b = 6. ഇപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. a - b = -1 ആൻഡ് -3a + b = 6. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a = -5/2 എന്ന് കിട്ടും. അതേപോലെ b = -3/2 എന്ന് കിട്ടും.